ഹായ് ആൾ, ദിസ് ഈസ് ഷെബീർ ഫ്രം ലേൺവേസ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ MA പൊളിറ്റിക്കൽ സയൻസിന്റെ തേർഡ് മൊഡ്യൂൾ ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ് നാം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഇൻട്രൊഡക്ടറി സെഷനാണ്. ആക്ച്വലി രണ്ട് പാർട്ടായിട്ട് ആണ് ഈ ഒരു മൊഡ്യൂള് നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. 1 മുതൽ 18 വരെ യൂണിറ്റുകൾ അടങ്ങിയിട്ടുള്ള ഡെമോക്രസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ബുക്ക് 1ഉം 19 മുതൽ 27 വരെ യൂണിറ്റുകളിലായിട്ട് ഡെവലപ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന ബുക്ക് 2ഉം, ഇങ്ങനെ രണ്ട് പാർട്ടുകളായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായും ഡെമോക്രസി ഡെവലപ്മെന്റ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ മുതൽ തന്നെ നമ്മൾ ഏറെ കേട്ട് ശീലിച്ചിട്ടുള്ള പരിചയിച്ചിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്. ഈ കൺസെപ്റ്റുകളെ കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റുകളിലൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു മൊഡ്യൂളിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് ഇതിന്റെ അവസാനത്തെ യൂണിറ്റ് 27ൽ ഡെമോക്രസിയും ഡെവലപ്മെന്റും ഈ രണ്ട് കൺസെപ്റ്റുകളും ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ ഒരു ഡിബേറ്റ് പോലെ ഡിസ്കഷൻ ഉണ്ട്. ഡെമോക്രസിയും ഡെവലപ്മെന്റും രണ്ടും രണ്ട് പദങ്ങളാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ കോണ്ടക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു പദമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു പദമാണ്. എങ്കിലും ഈ രണ്ട് പദങ്ങളും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ പ്രധാനപ്പെട്ട ഒരു തീം. ഡെമോക്രസിയുടെ വളർച്ചയിൽ ഡെവലപ്മെന്റിന്, പ്രത്യേകിച്ചും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു വികസനത്തിന് വളരെ വലിയ സ്വാധീനമുണ്ട് എന്നൊരാശയമാണ് ഈ ഒരു മൊഡ്യൂള് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു മൊഡ്യൂളിന്റെ തന്നെ കൺക്ലൂഷൻ ആയിട്ട് ഇതിന്റെ 27ാമത്തെ യൂണിറ്റ് ഈ ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. ബാക്കിയുള്ള യൂണിറ്റുകളിലെല്ലാം നമ്മൾ ഏറെ പരിചയിച്ചിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. 320ഓളം പേജുകൾ ഈ ഒരു മൊഡ്യൂളിൽ ഉണ്ട് എങ്കിലും ഭൂരിഭാഗവും നമ്മൾ പരിചയിച്ചിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ കുറച്ച് ഡീറ്റെയിലോട് കൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൂ. മൊത്തത്തിൽ ഈ ഒരു മൊഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. കുറച്ച് ബ്രോഡായിട്ട് നമ്മൾ മൊഡ്യൂൾ തന്നെ വായിച്ച് പോയാൽ നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഏതായാലും ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് പാർട്ടായിട്ട്, രണ്ട് ബുക്കുകളിലായിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ, ആദ്യത്തെ ബുക്കിൽ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 18 വരെ ആണുള്ളത്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഡെമോക്രസിയുടെ വളർച്ച, ഇന്ത്യൻ ഡെമോക്രസിയിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് പാർട്ടില് ബുക്ക് 2ല് 19 മുതൽ 27 വരെ യൂണിറ്റുകളിലായിട്ട് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ യൂണിറ്റ് വൈസ് ഡിസ്കഷനിലേക്ക് കിടക്കുകയാണ്. യൂണിറ്റ് 1 ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ലെഗസി ഓഫ് നാഷണൽ മൂവ്മെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ ഡെമോക്രസി വളർത്തിയിട്ടുള്ളത് നമ്മുടെ നാഷണൽ മൂവ്മെന്റിലൂടെയാണ്. 1909 മുതലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വളരെ കുറഞ്ഞ തോതിലാണെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വിജയം നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ നാഷണൽ മൂവ്മെന്റിലൂടെ എങ്ങനെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടത് എന്നൊരു കൺസെപ്റ്റാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ നയിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അന്നത് രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്ലാറ്റ്ഫോം എന്ന് തന്നെ ഉദ്ദേശിച്ചത് എന്ന് തന്നെ പറയാൻ കാരണം. പിന്നെ ഇതിനെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം മഹാത്മാഗാന്ധി തന്നെയാണ്. ഗാന്ധിയൻ ആശയങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയും എല്ലാം ചേർന്നാണ് ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കഷനിൽ വരുന്നത്. യൂണിറ്റ് 2ല്
ഡെവലപ്മെന്റിന്റെ വിവിധ മോഡലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഒരു മൊഡ്യൂളിലെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വിപുലമായ മാനങ്ങളുള്ള ഒരു പദമാണ്. പലതരം അർത്ഥങ്ങൾ ഡെവലപ്മെന്റിന് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ടുള്ള ഒരു വികസനം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ ഒരു വികസനം കൂടി, മാനസികപരമായിട്ടും ഭൗതികപരമായിട്ടുള്ള മനുഷ്യന്റെ വികാസം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പദം നമ്മൾ ആദ്യമേ വിശദീകരിച്ച് വെക്കേണ്ടതുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ പ്രത്യേകിച്ചും. അത്തരം ഡിസ്കഷൻസ് ആണ് ഈ ഒരു യൂണിറ്റ് 2 നടക്കുന്നത്. യൂണിറ്റ് 3 നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ സഹായിച്ചിട്ടുള്ളത്, അല്ലെ? ഇന്ത്യ വളരെ പ്രാകൃതമായിട്ടുള്ള കുറെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്ന, വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന രാജ്യമായിരുന്നു. ഉദാഹരണത്തിന് അയിത്തം പോലെ, സതി പോലെയുള്ള ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു, ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. അതിൽ നിന്ന് വളരെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ സാധ്യമായത് ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകം. ഭരണ ഭരണത്തിന്റെ സ്വാധീനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി ഇത്രയധികം മാറിയത്, അല്ലെങ്കിൽ അത്രയും മാറ്റാൻ ഇന്ത്യൻ സൊസൈറ്റിയെ സാധിച്ചത് ഈ ഒരു ഭരണഘടനയുടെ പിന്തുണയോട് കൂടിയാണ്. അത്തരം ഡിസ്കഷൻസ് ആണ് യൂണിറ്റ് 3 നടക്കുന്നത്. യൂണിറ്റ് 4 ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ ഒരു മുഖമുദ്രയായിട്ടുള്ള ഒരു ആശയമാണ് ഡൈവേഴ്സിറ്റി, വൈജാത്യം, വൈവിധ്യത എന്നുള്ളത്. പ്ലൂറലിസം, ബഹുസ്വരത, ഈ രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ച് ഡെമോക്രസിയുടെ ഒരു കിങ് പിന്നാണ് ഈ ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വിവിധ സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. ആ എല്ലാ സമൂഹങ്ങളെയും നമ്മൾ എന്താവുന്നുണ്ട്, തുല്യമായി പരിഗണിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി, പ്ലൂറലിസം എന്ന് പറയുന്ന ഡിസ്കഷൻസ് ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതാണ് യൂണിറ്റ് 4 വരുന്നത്. യൂണിറ്റ് 5 ഇനീക്വാലിറ്റി, അസമത്വം, അസമത്വത്തിന്റെ രണ്ട് ഉപാധികളായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, ഇതിനെ കുറിച്ചൊക്കെ അവിടെ ഡിസ്കഷൻ വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റും പൊളിറ്റിക്കൽ എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഇത് കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ ഒരു വിഷയം അവതരിപ്പിക്കുന്ന ഇതാണ്. അടുത്തത് സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമി. ഇതിൽ പോവേർട്ടിയെ കുറിച്ചും ഒക്കെയാണ് പ്രധാനമായിട്ട് ഡിസ്കഷൻ വരുന്നത്. യൂണിറ്റ് 8 മുതലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡെമോക്രസിയുടെ കോർ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കഷൻ വരുന്നത്. നമുക്കറിയാം, ഡെമോക്രസിയിൽ പ്രധാനമായിട്ടും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ 3 ഘടകങ്ങളുണ്ട്: ലെജിസ്ലേച്ചറും, ബ്യൂറോക്രസിയും, ജുഡീഷ്യറിയും. ഇങ്ങനെ 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് 8 ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ, പിന്നെ പാർലമെന്റ് കമ്മിറ്റികൾ, ഓപ്പോസിഷൻ തുടങ്ങിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. ലെജിസ്ലേച്ചറിനെ കുറിച്ച് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ബ്യൂറോക്രസിയെ കുറിച്ച് പറയുന്നുണ്ട്. പോലീസ്, ആർമി, എങ്ങനെയാണ് ബ്യൂറോക്രസി വർക്ക് ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. യൂണിറ്റ് 10 ലീഗൽ സിസ്റ്റം, ജുഡീഷ്യറി, അതിന്റെ ആവിർഭാവം എന്താണ്, എങ്ങനെയാണ് ഡെമോക്രസിയുടെ നിലനിൽപ്പിനെ ജുഡീഷ്യറി സഹായിക്കുന്നത്, ഇത്തരം ഡിസ്കഷൻസ് ഒക്കെയാണ് വരുന്നത്. യൂണിറ്റ് 11 ഫെഡറലിസം ആണ് ചർച്ച ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെയാണ് നമ്മൾ ഫെഡറലിസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യ ഒരു യൂണിയനാണ്, പക്ഷെ ഇന്ത്യക്ക് കൂടുതൽ ഒരു ക്വാസി ഫെഡറൽ ഒരു സ്വഭാവമാണുള്ളത്. അപ്പോൾ ഫെഡറൽ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ടും യൂണിയൻ എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് വരുന്നത്, ഇങ്ങനെ രസകരമായിട്ടുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലുള്ള പ്രധാനപ്പെട്ട ഡിബേറ്റ് എന്താണ്, ഇപ്പോൾ ഗവർണർ എലമെന്റ്, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. യൂണിറ്റ് 12 ഡെവല്യൂഷൻ ഓഫ് പവേഴ്സ്. ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണ അധികാര വിഭജനമാണ്. അധികാര വിഭജനം എങ്ങനെയാണ് സാധ്യമാവുന്നത്, എങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ ഇന്ത്യയിൽ സാധ്യമായിട്ടുള്ളത്, അതിൽ പഞ്ചായത്തി രാജ് സിസ്റ്റങ്ങളുടെ റോൾ എന്താണ്, ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ച്, പാർട്ടിസിപ്പേഷൻ, പ്രധാനമായിട്ടും ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. ഭരണത്തിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്
അതിനെക്കുറിച്ച് ഉള്ള ഒരു ഡിസ്കഷൻ ആണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 13 വരുന്നത്. യൂണിറ്റ് 14 വർക്കേഴ്സ് ആൻഡ് പെസന്റ് മൂവ്മെന്റ്. നമ്മുടെ ഡെമോക്രസിയെ കൂടുതൽ സജീവമായി നിലനിർത്തുന്നത് നമ്മുടെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പെസൻസിന്റെയൊക്കെ മൂവ്മെന്റുകളാണ്. അപ്പൊ അവയെക്കുറിച്ച് അവയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ വരുന്നുണ്ട്. മറ്റൊന്ന്, നിലവിൽ ഡെമോക്രസിയെ ഏറ്റവും സജീവമായി നിലനിർത്തുന്നത് മീഡിയയാണ്. നമ്മുടെ പബ്ലിക് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ മീഡിയക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ മീഡിയയെക്കുറിച്ച് ഉള്ള ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 15. യൂണിറ്റ് 16 ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും നമ്മുടെ പോളിസി മേക്കിങ്ങിലും പോളിസി ഡിസിഷൻസിലും ഒക്കെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് ബിസിനസ് ഗ്രൂപ്പുകൾ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഒക്കെ. അവയെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഡെമോക്രസിയിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു സവിശേഷതയാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം, റിലീജിയസ് ആയിട്ടുള്ള സ്വാധീനങ്ങൾ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഉണ്ടാവാറുണ്ട്. ലാംഗ്വേജ്, എത്നിസിറ്റി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗം പറയുന്നത്. സിവിൽ സൊസൈറ്റികൾ യൂണിറ്റ് 18 വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സിവിൽ സൊസൈറ്റികൾ ലോക പൊളിറ്റിക്കൽ സയൻസിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നൂതനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിൽ NGOകൾ പോലെയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, സോഷ്യൽ മൂവ്മെന്റ്സ് പോലെയുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസിയെ സ്വാധീനിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഉള്ളത് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 18 വരെ. യൂണിറ്റ് 19 മുതൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ്, HDI ഇൻഡെക്സ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു മനുഷ്യന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ടുള്ള വികസനം മാത്രമല്ല, സാമ്പത്തികപരമായിട്ടുള്ള വികസനം മാത്രമല്ല, അത് മാനസികമായിട്ടുള്ള വികസനമാണ് എന്നുള്ള ഒരു നൂതനമായിട്ടുള്ള കൺസെപ്റ്റാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതിനെക്കുറിച്ച്, അതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച്, അതിന്റെ സൂചികകളെ കുറിച്ചൊക്കെയാണ് ഈ ഇതിൽ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 20ല് 20ാമത്തെ യൂണിറ്റിൽ ജെൻഡർ ഡെവലപ്മെന്റ്, ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ഇഷ്യൂസ് ലോകത്ത് വൈബ്രന്റ് ആയി ചർച്ച നടക്കുന്ന ഒരു തീമാണ്. ഈ തീം സ്വാഭാവികമായിട്ട് ഡെമോക്രസിയുടെ ഭാഗമാണ്. വുമൺ ഇഷ്യൂസ്, അതുപോലെ തന്നെ LGBTQ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഡിസ്കഷനിൽ വരുന്നുണ്ട്. യൂണിറ്റ് 21 റീജിയണൽ ഇംബാലൻസസ് ആണ്. റീജിയണലിസം എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഘടകമാണ് ഒരർത്ഥത്തിൽ. എന്നാൽ മറ്റൊരർത്ഥത്തിൽ അത് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. അപ്പൊ നന്മയും തിന്മയും ഇങ്ങനെ രണ്ട് വശങ്ങളുമുള്ള ഒരു സംവിധാനമാണ്, ഈ ഒരു പദമാണ് റീജിയണലിസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് യൂണിറ്റ് 21 ഡിസ്കഷൻ ഉണ്ട്. യൂണിറ്റ് 22 മൈഗ്രേഷൻ അല്ലെ, ജനങ്ങളുടെ പലായനം, അത് എങ്ങനെ ഡെമോക്രസിയെ സ്വാധീനിക്കുന്നു, ഡെമോക്രസിയെ ഫോർമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം ഡെമോക്രസിക്ക് ഭീഷണിയാണ്, ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓവർ അർബണൈസേഷൻ ഒക്കെ എങ്ങനെയാണ് ഒരു ഡെമോക്രസിയെ ബാധിക്കുന്നത്, ഒരു ഡെമോഗ്രഫിയെ, ഒരു പ്രദേശത്തിന്റെ ഡെമോഗ്രഫിയെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വിധാനത്തെ അത് ബാധിക്കുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സുകളെയും ബാധിക്കുന്നുണ്ടായിരിക്കും. ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. യൂണിറ്റ് 23 എൻവയോൺമെന്റ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എൻവയോൺമെന്റ്. അത്തരം ഡിസ്കഷൻസ് ഇവിടെ വരുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെയുള്ള ആശയങ്ങളോട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യൂണിറ്റ് 24 എക്കണോമിക് റിഫോംസും ഗ്ലോബലൈസേഷനും. സ്വാഭാവികമായിട്ടും ഡെവലപ്മെന്റ് ചർച്ച ചെയ്യുമ്പോൾ എക്കണോമിക് റിഫോംസ് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഗ്ലോബലൈസേഷൻ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ഡിസ്കഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. യൂണിറ്റ് 25 റിലീജിയസ് പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് റിലീജിയസ് പൊളിറ്റിക്സ്. ഹിന്ദുത്വ പോലെയുള്ള കൺസെപ്റ്റുകൾ, മുസ്ലിം പൊളിറ്റിക്സ്, മൈനോറിറ്റി പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഡിസ്കഷൻ വരുന്നുണ്ട്. യൂണിറ്റ് 26 എത്നിസിറ്റി, വംശീയ ബോധം എങ്ങനെയാണ് ഒരു നാഷൻ സ്റ്റേറ്റിലേക്ക് രൂപാന്തരപ്പെടുന്നത്, അതെങ്ങനെ ഡെമോക്രസിയെ സ്വാധീനിക്കുന്നു, ഇത്തരം ഡിസ്കഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. യൂണിറ്റ് 27 ഇതാണ് ഈ ഒരു എൻറ്റയർ മൊഡ്യൂളിന്റെ ഒരു കോർ തീമായിട്ട് വരുന്നത്, ഡെമോക്രസിയും ഡെവലപ്മെന്റും. ഈ രണ്ട് പദങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, ഈ ഒരു എൻറ്റയർ മൊഡ്യൂൾ നൽകുന്ന മെസ്സേജ്, ഇതൊരു കൺക്ലൂഷൻ പോലെ ഈ ഒരു യൂണിറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഡെമോക്രസിയും ഡെവലപ്മെന്റും വളരെ പരസ്പര ബന്ധിതമായിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്.
ലോകത്ത് ഡെമോക്രസി ഇത്രയും പ്രചാരം നേടാൻ കാരണം ഭൗതികപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ് ലോകരാജ്യങ്ങൾ ഡെമോക്രസിയുടെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഡെമോക്രസിയെ നമുക്ക് പ്രൊസീജിയറൽ ഡെമോക്രസി, സബ്സ്റ്റന്റീവ് ഡെമോക്രസി, ഇങ്ങനെ രണ്ട് ഡെമോക്രസികളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പ്രൊസീജിയറൽ എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഒരു നാമമാത്രമായെങ്കിലും സ്ഥാപിച്ചെടുക്കുന്നതിനാണ് പ്രൊസീജിയറൽ ഡെമോക്രസി എന്ന് പറയാം. സബ്സ്റ്റന്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എത്രത്തോളം ഒരു രാജ്യത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പരിശോധനയാണ്. ഏതായാലും നമുക്ക് ആ ഒരു ഭാഗത്ത് അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ, ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 27ഓളം യൂണിറ്റുകൾ ഇതിലുണ്ട്, 320ഓളം പേജുകളുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഹയർ സെക്കൻഡറി ഡിഗ്രി ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കൂടുതൽ പുതിയതായിട്ടുള്ള കൺസെപ്റ്റുകളൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല. തിയററ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഏറെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബ്രോഡ് റീഡിങ്ങിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണിത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഫിഷ്യൻ്റ് ആണ്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കൺസെപ്റ്റുകളൊക്കെ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു മൊഡ്യൂളിന്റെ യൂണിറ്റ് വൈസ് ഡിസ്കഷൻസ് വരും സെഷനുകളിലായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടും. ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ കൺസെപ്ച്വൽ ആയിട്ടുള്ള റീഡിംഗ് നടത്തുക, ബ്രോഡായിട്ടുള്ള സ്റ്റഡി നടത്തുക. ഈ ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതൊരു ബ്രോഡ് റീഡിങ്ങിന് സഹായകമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന നോട്ടുകൾ അത് വളരെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള് രണ്ട് പാർട്ടായിട്ട്, രണ്ട് ബുക്കുകളിലായിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ളത്. ബുക്ക് 1ഉം ബുക്ക് 2ഉം. 1 മുതൽ 18 വരെയുള്ള യൂണിറ്റുകളാണ് ബുക്ക് 1ലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഡെമോക്രസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ എക്കണോമി, അതുപോലെ തന്നെ ഡെമോക്രസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യപ്പെടുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ കാസ്റ്റ് സിസ്റ്റവും ക്ലാസ് സിസ്റ്റവും ഒക്കെ നിലവിലുള്ള ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം ഈ ഒരു ഡെമോക്രസി അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു അവലോകനമാണ് ആ ഒരു ഫസ്റ്റ് ബുക്കിൽ നടക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 19 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു തീമാണ് പ്രസന്റ് ചെയ്യുന്നത്.
അതിന്റെ ഭാഗമായിട്ട് തന്നെ റീജിയണലിസം, അതുപോലെ തന്നെ എത്നിസിറ്റി പോലെയുള്ള മറ്റ് കണ്ടന്റുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എൻവയോൺമെന്റ് പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഈ ഒരു പാർട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഏറ്റവും ലാസ്റ്റ് സമ്മപ്പ് ചെയ്തുകൊണ്ട് കൺക്ലൂഷൻ എന്നുള്ള രൂപത്തിൽ ഡെമോക്രസിയും ഡെവലപ്മെന്റും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, എത്രത്തോളം കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, ഒരു അസസ്മെന്റ് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. 325ഓളം പേജുകളുള്ള ഒരു മൊഡ്യൂളാണ് എങ്കിലും പല കൺസെപ്റ്റുകളും നമുക്ക് വളരെ ചിരപരിചിതമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്, വളരെ സിമ്പിളാണ്, നമുക്ക് ബേസിക്സ് ഉള്ളവയാണ്. വളരെ അപൂർവം ചില ഏരിയകൾ മാത്രമാണ് കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള പാർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഏതായാലും നമുക്ക് ഇനി യൂണിറ്റ് വൈസ് ഡിസ്കഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് PPT ബേസ്ഡ് ആയിട്ടുള്ള ലെക്ചറുകളാണ്. ഈ PPTകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇഗ്നോയുടെ ഔദ്യോഗിക മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു PPT ബേസ്ഡ് ആയിക്കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ലെക്ചർ നോട്ടുകൾ അതിൻ്റെ ബേസിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നല്ല ഉയർന്ന സ്കോർ നിങ്ങൾക്ക് എക്സാമിന് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വളരെ ബ്രോഡായ റീഡിംഗ് ഉണ്ടായിരിക്കുക. നമ്മൾ നൽകുന്ന ലെക്ചർ നോട്ടുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മാക്സിമം റിവിഷൻ നടത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമുഖമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.